Wonder Limited has a capacity of 1,20,000 units per annum as its optimum capacity. അപ്പോൾ 1,20,000 യൂണിറ്റ്സ് കപ്പാസിറ്റി. പ്രൊഡക്ഷൻ കോസ്റ്റ് ആസ് അണ്ടർ ഡയറക്റ്റ് മെറ്റീരിയൽ 90 per unit, ഡയറക്റ്റ് ലേബർ 60 per unit, ഓവർ ഹെഡ്സ് ഫിക്സ്ഡ് ഓവർ ഹെഡ് 30 lakh per annum, വേരിയബിൾ 100 per unit, സെമി വേരിയബിൾ 20 lakh per annum up to 50% കപ്പാസിറ്റി. അപ്പോൾ 50% കപ്പാസിറ്റി വരെ 20 lakh per annum ആണ്. ആൻഡ് ആൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് 4 lakh ഫോർ എവറി 25% ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി. അപ്പോൾ 50%നേക്കാളും 25% ഇങ്ങനെ കൂടുന്തോറും 4 lakh എക്സ്ട്രാ പേ ചെയ്യണം. സെമി വേരിയബിൾ കോസ്റ്റ് വരും. The production is made to order and not for stocks. If the production program of the factory is as indicated below and the management desires a profit of 20 lakh for the year, work out the average selling price at which each unit should be quoted. അപ്പോൾ പ്രോഫിറ്റ് 20 lakh വേണമെങ്കിൽ ആവറേജ് സെല്ലിംഗ് പ്രൈസ് അറ്റ് വിച്ച് ഈച്ച് യൂണിറ്റ് ഷുഡ് ബി കോട്ടഡ്. ആവറേജ് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 3 months 50% കപ്പാസിറ്റിയാണ്, റിമൈനിങ് 9 months 80% കപ്പാസിറ്റിയാണ്. ഇഗ്നോർ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അപ്പോൾ നമുക്ക് ടേബിൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് 3 monthsൻ്റെയും റിമൈനിങ് 10 monthsൻ്റെയും വേണം, ഡീറ്റെയിൽസ് വേണം. അതിനനുസരിച്ച് പോർഷൻ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 1,20,000 യൂണിറ്റ്സിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഫസ്റ്റ് 3 months പക്ഷേ 50% ഉള്ളൂ, റിമൈനിങ് 9 months 80% ഉള്ളൂ. അപ്പം ഫസ്റ്റ് 3 months എന്ന് പറയുമ്പോൾ 1,20,000 ഇൻറ്റു 3 divided by 12 എത്ര പെർസെൻ്റ് ഉണ്ട്? 50% ഇൻറ്റു 50%. അപ്പോൾ ഫസ്റ്റ് 3 months നമ്പർ ഓഫ് യൂണിറ്റ്സ് 15,000 ആണ്. നെക്സ്റ്റ് 9 months എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സെയിം വേ 1,20,000 ഇൻറ്റു 9 divided by 12 എത്ര പെർസെൻറ്റ് കപ്പാസിറ്റി? 80% ഇൻറ്റു 80% 72,000 ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. രണ്ടും ടോട്ടൽ ചെയ്ത് ടോട്ടൽ കോളത്തിൽ എഴുതാം. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ 90 per unit, ഡയറക്റ്റ് ലേബർ 60 per unit തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 15,000 ഇൻറ്റു 90 13,50,000, 72,000 ഇൻറ്റു 90 64,80,000. ഡയറക്റ്റ് ലേബർ അറ്റ് ദ റേറ്റ് ഓഫ് 60 റുപ്പിയാണ്. 15,000 ഇൻറ്റു 60 9 lakh, 72,000 ഇൻറ്റു 60 43,20,000. ഇനി അടുത്തത് ഫിക്സ്ഡ് ഓവർ ഹെഡ് 30 lakh per annum. 30 lakh per annum ആണ്. ടോട്ടൽ 30 lakh ആണ്. അപ്പോൾ ഫസ്റ്റ് 3 months നെക്സ്റ്റ് 9 months അപ്പോർഷൻ ചെയ്യാം. 30 lakh ഇൻറ്റു ഫസ്റ്റ് 3 months 3 divided by 12 7,50,000 ഫസ്റ്റ് 3 months. നെക്സ്റ്റ് 9 months എന്ന് പറയുമ്പോൾ 30 lakh ഇൻറ്റു 9 divided by 12 22,50,000 നെക്സ്റ്റ് 9 months വരും. ഇനി വേരിയബിൾ 100 per unit, നമ്പർ ഓഫ് യൂണിറ്റ്സ് 15,000 ഉണ്ട്. 15,000 ഇൻറ്റു 100 15 lakh, 72,000 ഇൻറ്റു 100 72 lakh. അതാണ് വേരിയബിൾ ഓവർ ഹെഡ്. ഇനി സെമി വേരിയബിൾ 20 lakh per annum അപ് ടു 50% കപ്പാസിറ്റി. അപ്പോൾ ഫസ്റ്റ് 3 months 50% കപ്പാസിറ്റി വരെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് 3 months സെമി വേരിയബിൾ ഓവർ ഹെഡ് പെർ ആനം 20 lakh ആണ്. അപ്പോൾ 20 lakh ഇൻറ്റു 3 divided by 12 5 lakh ആണ് ഫസ്റ്റ് 3 months സെമി വേരിയബിൾ ഓവർ ഹെഡ്. ഇനി നെക്സ്റ്റ് 9 months ഇവിടെ 25% ഇൻക്രീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50%നേക്കാളും 25% കൂടിയിട്ടുണ്ടെങ്കിൽ 4 lakh വെച്ച് ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ 50% 25% ഇൻക്രീസ് ചെയ്യുമ്പോൾ 75% ആയി. അപ്പോൾ ഒരു 4 lakhs. പിന്നെ 80% ആണ് റിമൈനിങ് 9 monthsൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഒരു 4 lakhs കൂടിയും വരും. അപ്പോൾ 20 lakh പ്ലസ് 4 lakh പ്ലസ് 4 lakh എന്ന് പറയുമ്പോൾ 28 lakh ഫോർ 9 months വരും. ഇനി 28 lakh ഇൻറ്റു 9 divided by 12 21 lakh ആണ് നെക്സ്റ്റ് 9 monthsൻ്റെ വേരിയബിൾ ഓവർ ഹെഡ്, സെമി വേരിയബിൾ ഓവർ ഹെഡ്. ഓക്കെ, ഇനി ടോട്ടൽ കോസ്റ്റൊക്കെ ആഡ് ചെയ്യുക, ടോട്ടൽ കോളം ആഡ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20 lakh പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 20 lakh പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 29,50,000 ഡിവൈഡഡ് ബൈ
87,000 ചെയ്യുമ്പോൾ ആവറേജ് സെല്ലിംഗ് പ്രൈസ് കിട്ടും. X Limited is committed to supply 24,000 bearings per annum to Y Limited on steady basis. It is estimated that it costs 10 paisa as inventory holding cost per bearing per month. അപ്പോൾ D എന്ന് പറയുന്നത് 24,000 bearings ആണ് ആനുവൽ ഡിമാൻഡ്. 10 പൈസ ഹോൾഡിംഗ് കോസ്റ്റ് 10 പൈസ പെർ മന്ത് ആണ്. അപ്പോൾ 10 × 12 120 പൈസ പെർ ആനം, അതായത് 1.2 റുപ്പി പെർ ആനം ആണ് ഹോൾഡിംഗ് കോസ്റ്റ്. സെറ്റപ്പ് കോസ്റ്റ് 324 പറഞ്ഞിരിക്കുന്നത്. ഒപ്റ്റിമം റൺ സൈസ് എന്ന് പറഞ്ഞാൽ √2 × DS/C ചെയ്യുന്ന ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3600 ബെയറിങ്സ് കിട്ടും. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, assuming that the company has a policy of manufacturing 6,000 bearings per run, how much extra cost the company would be incurring as compared to the optimum run suggested in A above. അപ്പോൾ നമ്മൾ എയിൽ ഒപ്റ്റിമം റൺ സൈസ് കണ്ടുപിടിച്ചായിരുന്നു. അതും 6000 ബെയറിങ്സിൽ വരുന്ന കോസ്റ്റും എത്ര എക്സ്ട്രാ കോസ്റ്റ് 6000 യൂണിറ്റ്സിൽ വരുന്നുണ്ടെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. വെൻ റൺ സൈസ് ഈസ് 3600 ആൻഡ് വെൻ റൺ സൈസ് ഈസ് 6000 ബെയറിങ്സ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് റൺ സൈസ് 3600 വരുമ്പോൾ ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്പർ ഓഫ് സെറ്റപ്പ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D 24,000 ഡിവൈഡഡ് ബൈ 3,600 bearings. 24,000 bearings divided by 3,600 bearings into setting up cost എത്രയാണ് 324 ചെയ്യുമ്പോൾ ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ റൺ സൈസ് 6000 വരുമ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 324, ഓക്കെ, 1290 വരും. ഇനി ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാരിയിങ് കോസ്റ്റിൻ്റെ ഫോർമുല നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു, ഹാഫ് QC, ഹാഫ് ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ EBQ 3600, 6000 ബെയറിങ്സിൽ 6000 ഇൻറ്റു എന്തെന്നാ C ക്യാരിയിങ് കോസ്റ്റ്, അതായത് 12 × 10 പൈസ 1.2 റുപ്പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2160 3600 വരും. ടോട്ടൽ കോസ്റ്റ് രണ്ട് കോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇവിടെ 4896 മൈനസ് 4320 ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ആണ് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് വെൻ റൺ സൈസ് ഈസ് 6000 ബെയറിങ്സ്. ഓക്കെ. സി, വാട്ട് ഈസ് ദ മിനിമം ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ്? മിനിമം ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് QC, ഹാഫ് ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ 3600 EBQ ഇൻറ്റു C എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് 1.2 റുപ്പി.